നമസ്കാരം. 140 ന്യൂസിലേക്ക് സ്വാഗതം. ബലാത്സംഗ കേസിൽ തെഹൽക്കയുടെ മുൻ എഡിറ്റർ ആയിരുന്ന തരുൺ തേജ് പാലിന് കനത്ത തിരിച്ചടി. 2 ആഴ്ചയ്ക്കകം കീഴടങ്ങാമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കീഴടങ്ങിയെങ്കിൽ മാത്രമേ ബോംബെ ഹൈക്കോടതി ഉത്തരവിനെതിരായ അപ്പീൽ പരിഗണിക്കുകയുള്ളൂവെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തിയിൽ വിള്ളലിന് പിന്നാലെ മണ്ണിടിച്ചിൽ. എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് മണ്ണ് വീടുകളോട് ചേർന്ന ഭാഗത്തേക്ക് പതിഞ്ഞു. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് സംഭവം. നേരത്തെയും ഇതേ ഭാഗത്ത് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. ഒരു ഭാഗത്തെ മണ്ണ് ഇടിഞ്ഞു വീണതിനെ തുടർന്ന് നിലവിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ചെറിയ തോതിൽ മണ്ണിളക്കം തുടരുന്നത് നാട്ടുകാരിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നടുഭാഗം തുരന്ന് നിർമ്മിച്ച പാതയായതിനാൽ റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ ഉയരത്തിലാണ് മൺഭിത്തിയുള്ളത്. മണ്ണിടിച്ചിൽ തടയുന്നതിനായി സ്ഥാപിച്ച സംരക്ഷണ ഭിത്തി അമർന്നതോടെയാണ് മണ്ണ് താഴേക്ക് ഇടിഞ്ഞിറങ്ങിയത്. ഇതിന് മുകൾ ഭാഗത്ത് വീടുകൾ ഉള്ളതാണ് പ്രദേശവാസികളെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കുന്നത്. അടുത്ത 5 വർഷത്തെ നിരക്ക് പരിഷ്കരിക്കാനുള്ള കരടിറക്കി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. പകൽ സമയത്ത് കുറഞ്ഞ നിരക്ക് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്താൻ അടക്കമുള്ള നിർദ്ദേശങ്ങളുമായി അടുത്ത 5 വർഷത്തെ നിരക്ക് പരിഷ്കരണത്തിനുള്ള കരടിറക്കി വൈദ്യുത റെഗുലേറ്ററി കമ്മീഷൻ. 2024 വരെ KSEBക്കുണ്ടായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് 2027 മുതൽ തിരിച്ചുപിടിക്കാനും നിർദ്ദേശമുണ്ട്. 2027 മുതൽ 2032 വരെ വൈദ്യുതി നിരക്ക് പരിഷ്കരണം എങ്ങനെയാകണമെന്നുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരടാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. സമയം നോക്കി നിരക്ക് കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഏർപ്പെടുത്താനുള്ള നിർദ്ദേശമുണ്ട്. നിലവിൽ മാസം 250 യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്കാണ് TOD സംവിധാനമുള്ളത്. കൊയിലാണ്ടിയിൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനിടെ ബസ് ചെളിയിൽ താഴ്ന്നു. കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിൽ ഓടുന്ന സെനോ എന്ന ബസ്സാണ് മോഷണം പോയത്. കൊയിലാണ്ടി സ്റ്റാൻഡിൽ നിന്നും കടത്തിയ ബസ് പൊയിൽക്കാവിനും ചെങ്ങോട്ടുകാവിനും ഇടയിൽ വെച്ച് ചെളിയിൽ താഴുകയായിരുന്നു. ഇതോടെ മോഷ്ടാക്കൾ കടന്നു കളഞ്ഞു. രാവിലെയാണ് ഉടമയും ബസ് ജീവനക്കാരും മോഷണ വിവരം അറിഞ്ഞത്. നിലവിൽ ചെളിയിൽ പൂണ്ടുപോയ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകുമെന്ന് ബസ് ഉടമ സലാഹുദ്ദീൻ പറഞ്ഞു. തൃണമൂൽ വിട്ട് 20 വിമത MPമാർക്ക് സുപ്രീം കോടതി നോട്ടീസ്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് നാഷണൽ സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്ന 20 ലോക്സഭാ MPമാർക്ക് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഹർജിയിലാണ് നടപടി. 20 MPമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയിൽ ലോക്സഭാ സ്പീക്കർ തീരുമാനമെടുക്കാതെ വെച്ച് താമസിപ്പിക്കുകയാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.